ഞങ്ങളിന്ന് പാവക്കായും ക്യാരറ്റും കൊണ്ടൊരു അച്ചാറാണ് ഇണക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങളാണ് ഇരിക്കുന്നത്. അത് ചുമലയല്ല, മഞ്ഞ നിറത്തിലൊരു മഞ്ഞൾ കൊണ്ടുള്ളൊരു അച്ചാറാണ് ചെയ്യുന്നത്, മഞ്ഞൾപ്പൊടി ചേർത്ത്. അപ്പോൾ അതിന് കൂടുതൽ കാന്താരിയൊക്കെ വേണം എരിവിന് വേണ്ടി. അതിന് 2 സൈസ് കാന്താരിയുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി. ഇതിൽ ചേർക്കേണ്ട സാധനങ്ങളാണ് ഈ പരിചയപ്പെടുത്തുന്നത്. മഞ്ഞൾപ്പൊടി കൊണ്ടാണ് ഈ അച്ചാർ ഇണക്കുന്നത്. അത് ഉലുവയും കടുക്, ഉപ്പ്, നല്ലെണ്ണ, മഞ്ഞൾപ്പൊടി. നമ്മളിത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിയരുത്. ഇത് അരിയേണ്ട വിധം കാണിച്ചു തരാം. ഇത് അച്ചാറിനുള്ളതാണ്. ഇങ്ങനെ അരിയണം, പീസാക്കി എടുക്കണം. കുഞ്ഞു അരിയരുത്. ഇത് അച്ചാറിനുള്ളതാണ്. ഇതേപോലെ പീസാക്കി എടുക്കണം. ഇതേപോലെ കണ്ടിച്ചിട്ടാണ് നമ്മൾ പീസാക്കണത്. അത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ഇത് പാവക്കായ്ക്ക് കയ്പുള്ളതാണ്. അപ്പം ഈ ക്യാരറ്റൊക്കെ ചേരുമ്പോൾ ഒരു മധുരിപ്പുണ്ടാവും. അപ്പം കയ്പിനൊരു കുറവ് കിട്ടും. നാടൻ പാവക്ക കിട്ടിയത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ക്യാരറ്റും പാവക്കായും കൂടിയുള്ള ഒരു അച്ചാർ ഇണക്കുന്നത്. നല്ലെണ്ണയിലാണ് നമ്മൾ ഈ അച്ചാർ ഇടുന്നത്. നമ്മളിത് കടുകിടിയാണ്, വറുത്ത് പൊടിക്കണല്ല, ഉലുവ വറയിലിടിയാണ്. നമ്മളിത് ഇഞ്ചി ഇട്ട്, പിന്നെ വെളുത്തുള്ളി ഇട്ട്, 2 സൈസ് കാന്താരിയാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത് എരിവിന് വേണ്ടി. ഇനി വേപ്പില ഒരു തണ്ട് ഇടണതേ ഉള്ളൂ, പിന്നീടാണ് നമ്മൾ വേപ്പില ഇടുന്നത്. നമ്മൾ ഈ വറയെ പൊടിച്ചിരിക്കുന്ന സാധനത്തിനൊക്കെ ഒരു ചുമപ്പ് നിറമായി. നമ്മളിനി ഈ പാവക്കായും ക്യാരറ്റും അരിഞ്ഞത് ഇതിലേക്ക് ഇടിയാണ്. ഇതേപോലെ പീസാക്കി അരിയണം, അല്ലെങ്കിൽ കലങ്ങിപ്പോകും. നമ്മളൊരു മീഡിയം വേവില വേവിക്കാവുള്ളൂ. രണ്ടും കൂടെ 1.5 കിലോ സാധനമുണ്ട്. 1/2 കിലോ ക്യാരറ്റും ഉണ്ട്, 1 കിലോ പാവക്കായും ഉണ്ട്. ഇത് നല്ലപോലെ കൂട്ടി ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് ഒന്ന് പയ്യനെ മൂടി വെക്കണം, ആവി കയറി വേകാനായിട്ട്. ഒരുപാട് വേകണ്ട, എന്നാലും ഒന്ന് വേകണം. നമുക്കൊരു 2 സ്പൂൺ ഉപ്പിടണം. എന്നിട്ട് അതിൻ്റെ ശേഷം നമുക്ക് പിന്നെ പോരങ്കി ഇട്ടാൽ മതി. ഒന്നുകൂടെ ഉണ്ടാക്കിയിട്ട് നമുക്കത് മൂടി വെച്ചൊന്ന് ആവിയിൽ വേകണം. എന്നിട്ട് വേണം നമുക്ക് വിനാഗിരിയും കായപ്പൊടിയൊക്കെ ചേർക്കാൻ. നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അന്നേരം വേവാകും. അച്ചാറിനുള്ള സാധനങ്ങൾ നമ്മൾ ആവിയിൽ വേവിക്കുന്നുണ്ടല്ലോ, അത് വെന്തിട്ടുണ്ടാന്ന് നോക്കട്ടെ. ഏകദേശം വെന്തിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി കായപ്പൊടിയൊക്കെ ചേർക്കാം. നാടൻ മഞ്ഞൾപ്പൊടിയാണ്. നമുക്കൊരു 2 സ്പൂണ് ചേർക്കണം. 1.5 കിലോ സാധനം ഇല്ലേ. കാന്താരി ചേർത്തത് കൊണ്ട് നമുക്ക് മുളക് പൊടിയും അച്ചാർ പൊടിയൊന്നും ചേർക്കണ്ട. കാന്താരിയുടെ എരിവുണ്ടാകും. പിന്നെ നമ്മൾ ഈ ഗോൾഡൻ കളറിലാണ് ഇത് ഇണക്കുന്നത്. നമുക്ക് 1 സ്പൂണ് കായപ്പൊടി ചേർക്കണം. നാടൻ മഞ്ഞപ്പൊടി ആയതുകൊണ്ട് നന്നായിട്ട് നിറമൊക്കെ ഉണ്ട്. നമുക്കിനി ഇതിലേക്ക് വിനാഗിരി ഒഴിക്കണം. നമ്മളിതേ വിനാഗിരിയുടെ അകത്ത് ഒരു സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് വിനാഗിരി ഓവൻ്റാക്കിയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. പാവക്കായ്ക്ക് കയ്പുള്ളതല്ലേ, അത് കാരണം നമ്മളിത് വെറൈറ്റി ആയിട്ട് ചെയ്യണം. വാരി ഇട്ടിട്ട് കാര്യമില്ല. നമ്മളിത് ഇതുകൂടെ ഒഴിക്കുകയാണ്. ഏകദേശം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ രുചി നോക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി പാവക്കായ അച്ചാർ റെഡിയായി. നമ്മൾ ഗ്യാസ് ഓഫാക്കിയാണ്. ഞങ്ങൾ ഇന്ന് ചെയ്തത് ഒരു പാവക്കായും ക്യാരറ്റും കൊണ്ടുള്ളൊരു അച്ചാറാണ് ഇണക്കിയത്. അത് മഞ്ഞപ്പൊടി കൊണ്ടുള്ളൊരു അച്ചാറാണ്. അത് ഞങ്ങളുടെ വീഡിയോ അവസാനം വരെയും കാണുന്നതിന് നന്ദി. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.